വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. അതിനായി കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കോളിഫ്ലവർ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ബീൻസ് അരിഞ്ഞത്, ചെറിയ സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, 2 ഗ്ലാസ് അരി, ബസുമതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയത്, ഉപ്പ്, ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ്, തക്കോലം, പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നെയ്യ്, സൺഫ്ലവർ ഓയിൽ. പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതോടൊപ്പം 2 ടീസ്പൂൺ നെയ്യ്, ചൂടാകട്ടെ. അപ്പോൾ നമുക്കതിൽ സ്പൈസസ് ചേർക്കാം. ചെറുതായി നോക്കുമ്പോൾ 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അതോടൊപ്പം മിക്സ് ചെയ്യാം. എല്ലാം ഇളക്കി ചേർക്കാം. ചെറുതായി വാടുമ്പോൾ നമുക്കൊരു സവാള അരിഞ്ഞത് കൂടെ ചേർക്കാം. അതോടൊപ്പം മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വാടുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓയിൽ നോക്കും. ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം. എല്ലാം ഈ ഓയിലൊന്ന് മൂപ്പിച്ച് ശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് പച്ചക്കറികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കും. കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസാണ് നമ്മളിപ്പോൾ ചേർത്തത്. ഇനി ബീൻസും പൊട്ടറ്റോയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി വഴറ്റാം. കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. എല്ലാം നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഇതിന് റൈസ് ചേർക്കാം. റൈസ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസൊക്കെ നന്നായി ഇളക്കിയിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വഴലട്ടെ. നമുക്ക് 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. മൊത്തം നമ്മൾ 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് നമുക്കൊരു
8-10 മിനിറ്റ് വേവിച്ചെടുക്കാം. തുറന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കും. ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വേവട്ടെ. വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. അതിനുള്ള വേണ്ടാത്ത ഈ സ്പൈസസ് ഒക്കെ എടുത്ത് മാറ്റാം. വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. വെജിറ്റബിൾ പുലാവ് റെഡി.